പാക് സൈന്യത്തിൽ നുഴഞ്ഞു കയറി പാകിസ്ഥാനിലെ മേജർ പദവിയിലെത്തിയ ഒരു ഇന്ത്യൻ സൈനികനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സിനിമാ കഥയെപ്പോലും വെല്ലുന്ന ഇന്ത്യക്കാരനായ ഒരു സൈനികൻ്റെ യഥാർത്ഥ കഥയാണിത്. രവീന്ദർ കൗശിക് എന്ന നബി അഹമ്മദ് ഷാക്കിർ. രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ നാടക നടനായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വിദേശ ഇൻ്റലിജൻസ് ഏജൻസി അഥവാ റോയിൽ അംഗമാവുകയും തുടർന്ന് റോയിലെ ഇന്ത്യയുടെ പാകിസ്ഥാനിലെ ചാരപ്പണിക്ക് അദ്ദേഹം നിയോഗിക്കപ്പെടുകയും ചെയ്തു. 23-ാം വയസ്സിൽ പാകിസ്ഥാനിലേക്ക് പോയ ഇദ്ദേഹം പാക് സൈന്യത്തിൽ ചേരുകയും 1979 മുതൽ 1983 വരെ പാക് സൈന്യത്തിൽ പ്രവർത്തിച്ച് നിർണായക വിവരങ്ങൾ അദ്ദേഹം ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തു. ഇത് ഇന്ത്യൻ സൈനിക മുന്നേറ്റത്തിന് വളരെ സഹായകരമാവുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇദ്ദേഹത്തെ ബ്ലാക്ക് ടൈഗർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. 1983 കൗശികുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന് ഇന്ത്യ മറ്റൊരു ചാരനെ കൂടി പാകിസ്ഥാനിലേക്ക് അയക്കുകയുണ്ടായി. പക്ഷേ ഇദ്ദേഹത്തെ പാക് ചാരന്മാർ പിടികൂടി. ഇദ്ദേഹത്തിലൂടെ കൗശിക്കിൻ്റെ യഥാർത്ഥ മുഖം പാക് സൈന്യം തിരിച്ചറിഞ്ഞു. അധികം വൈകാതെ അവർ കൗശിക്കിനെ പിടികൂടുകയും 2 വർഷത്തോളം സിലിക്കോട്ടിലെ രഹസ്യ താവളത്തിൽ അദ്ദേഹത്തെ കഠിനമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തിൽ നിന്നും നിർണായക വിവരങ്ങളൊന്നും ലഭിക്കാതായപ്പോൾ പാകിസ്ഥാൻ സൈന്യം ഇദ്ദേഹത്തെ കൊടും പീഡനങ്ങൾക്കിരയാക്കി. ഇദ്ദേഹത്തിൻ്റെ പുരികങ്ങൾ ഉറങ്ങാതിരിക്കാൻ പാക് സൈന്യം മുറിച്ചെടുക്കുകയും രഹസ്യഭാവങ്ങളിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. കാതുകളിൽ ഇരുമ്പ് തണ്ട് ചൂടാക്കി കുത്തിയിറക്കി. 16 വർഷം സിലിക്കോട്ട്, കോട്ട് ലാപ്പത്ത്, മയാൻ വാലി എന്നിങ്ങനെ പല ജയിലുകളിൽ മാറി മാറി താമസിപ്പിച്ചു. കഠിനമായ പീഡനങ്ങൾക്കിടെ 18 വർഷത്തെ പീഡനങ്ങൾക്ക് ശേഷം കൗശിക്കിന് ആസ്മയും ക്ഷയരോഗവും പിടിപെട്ടു. കൂടാതെ അന്ത്യനാളുകളിൽ ഹൃദ്രോഗവും. 2001 സെപ്റ്റംബർ 21 മുൾട്ടാനിലെ ന്യൂ സെൻട്രൽ ജയിലിൽ വെച്ച് രവീന്ദർ കൗശിക് അന്തരിച്ചു. എന്നാൽ മരണശേഷവും ഇന്ത്യൻ ഗവൺമെൻറ് രവീന്ദർ കൗശിക്കിൻ്റെ വിവരങ്ങളൊന്നും വെളിപ്പെടുത്താൻ തയ്യാറായില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാസം 500 രൂപ പ്രതിമാസ പെൻഷൻ അനുവദിച്ചു. പിന്നീട് 2006 അമ്മ അമലാദേവി മരിക്കുന്നതുവരെ 2000 ആക്കി വർദ്ധിപ്പിച്ചു. ഇതല്ലാതെ ഇന്ത്യക്ക് വേണ്ടി ജീവൻ നൽകിയ ആ പോരാളിക്ക് വേണ്ടി മറ്റൊന്നും ചെയ്യാൻ മാറി മാറി വന്ന സർക്കാരുകൾ തയ്യാറായില്ല. ചാരവൃത്തി സമ്മതിക്കുന്നതിനുള്ള നിയമപ്രശ്നങ്ങളായിരുന്നു ഇതിൽ പ്രധാന കാരണം. ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോഴും ഇദ്ദേഹം കുടുംബത്തിന് സ്വന്തം അവസ്ഥകൾ വിവരിച്ച് കത്തുകൾ എഴുതുമായിരുന്നു. അങ്ങനെയൊരു കത്തിൽ അദ്ദേഹം ഇപ്രകാരം എഴുതിയിരുന്നു: അമേരിക്കക്കാരനായിരുന്നു ഞാനെങ്കിൽ 3-ാം ദിവസം ജയിലിൽ നിന്നും മോചിതനായേനെ. ഞാൻ ഇന്ത്യക്കാരനായിപ്പോയി. ഇതാണോ സ്വജീവിതം ത്യജിച്ച ഒരാൾക്ക് ഇന്ത്യ നൽകുന്നത്? രവീന്ദർ കൗശിക്കിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഇന്ത്യൻ ചാര സംഘടനയായ റോയുടെ മുൻ ജോയിൻറ്റ് ഡയറക്ടർ മലോയ് കൃഷ്ണധാർ എഴുതിയ പുസ്തകമാണ് മിഷൻ ടു പാകിസ്ഥാൻ, ആൻ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്. ആ പുസ്തകം പറഞ്ഞത് കഥയായിരുന്നുവെങ്കിലും ആ പേരതിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. വെറുമൊരു കഥയാക്കി ആ ജീവിതത്തെ വില കുറച്ചെങ്കിലും 2012 പുറത്തിറങ്ങിയ ഏക് ദ ടൈഗർ എന്ന സിനിമ വന്നതോടെയാണ് കൗശിക്കിൻ്റെ പേര് പുറം ലോകം അറിഞ്ഞത്. എന്നാൽ ഈ സിനിമയിലും രവീന്ദർ കൗശിക് എന്ന പേര് വെളിപ്പെടുത്തിയിരുന്നില്ല. സ്വന്തം രാജ്യത്തിനു വേണ്ടി ഏറ്റവും അപകടകരമായ ദൗത്യം ഏറ്റെടുത്ത് രാജ്യത്തിനു വേണ്ടി മരണം വരിച്ച ഒരു ധീരനായ ഇര. ഇദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നമ്മെ സ്വജീവൻ രാജ്യത്തിന് സമർപ്പിച്ച ഓരോ സൈനികനെയും ഓർമ്മപ്പെടുത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി താഴെ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.